നേരത്തെ പ്രൈവറ്റ് ബസ് ഒരു യാത്രക്കാരി ഒരു വിദ്യാർത്ഥിനി ഇറങ്ങുന്നതിന് മുമ്പ് മുന്നോട്ടെടുത്തു. ആ കുട്ടി വീണു, പരിക്ക് പറ്റി. ഇപ്പോൾ മറ്റൊരു വാർത്ത അതേപോലെ വരുന്നു. ആലപ്പുഴയിൽ കോളേജ് വിദ്യാർത്ഥിനിയോട് പ്രൈവറ്റ് ബസ്സിൻ്റെ കൊടും ക്രൂരത എന്ന രീതിയിൽ വാർത്തയാണ്. വിദ്യാർത്ഥി ഇറങ്ങും മുമ്പ് ബസ് അമിത വേഗത്തിൽ മുന്നോട്ടെടുത്തു. ഫുട്ബോളിൽ നിന്ന് വീണ് വൈദ്യുത പോസ്റ്റിൽ തലയിടിച്ച വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് വാർത്ത. ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ നിർത്താതെ പോയത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഡ്രൈവറുടെ വൈരാഗ്യം കലർന്ന ഈ നടപടി. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ തല പോസ്റ്റിലടിച്ച് പരിക്കേറ്റത് ഗുരുതരമാണോ? SKN അല്പം ഗുരുതരമെന്ന് തന്നെ പറയേണ്ടി വരും. കുട്ടിയെ തുടർ ചികിത്സകൾക്കായി ന്യൂറോ സർജനെ കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴയിൽ നിന്നും എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റിയിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ്. പുന്നപ്ര കോപ്പറേറ്റീവ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ദേവി കൃഷ്ണ എന്ന വിദ്യാർത്ഥി. ഈ കുട്ടി കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടം ഉണ്ടാകുന്നത്. ആലപ്പുഴയിലെ തന്നെ വലിയ ചുടുകാടാണ് കുട്ടിക്ക് ഇറങ്ങേണ്ടിയിരുന്നത്. അവിടെ സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിർത്തണമെന്ന് ബസ്സുകാരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ നിർത്താൻ തയ്യാറായില്ല. പിന്നീട് അവിടെ തന്നെ നിർത്തണമെന്ന് വിദ്യാർത്ഥിനി ഈ ബസ്സിലെ ജീവനക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അവർ അതിന് കൂട്ടാക്കിയില്ല. തൊട്ടടുത്ത ബസ് സ്റ്റോപ്പായ തിരുവമ്പാടി ജംഗ്ഷന് മുൻപുള്ള സ്റ്റോപ്പിൽ ബസ് നിർത്താൻ ഒരു തയ്യാറെടുപ്പ് ബസ്സുകാർ നിർത്തി ബസ് സ്ലോ ആക്കുകയും ഡോർ തുറക്കുകയും ചെയ്തു. ഇതിനിടെ ഈ വിദ്യാർത്ഥിനി ഇറങ്ങാൻ ശ്രമിച്ചു. ദേവികൃഷ്ണ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പൂർണ്ണമായും ഈ രണ്ടാമത്തെ പടിയിലേക്ക് കാൽ വെച്ചപ്പോൾ ബസ് അമിത വേഗതയിൽ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ഈ സമയത്താണ് കുട്ടി താഴേക്ക് വീഴുകയും വഴിയരികിൽ ഉണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റിൽ തലയിടിച്ച് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടം ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് പോലും ഈ സ്വകാര്യ ബസ് അവിടെ നിർത്തി ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഗുരുതരമായ ഒരു കുറ്റകൃത്യം. അവർ ബസ് മുന്നോട്ടെടുത്ത് പോവുകയും പിന്നീട് ആലപ്പുഴ ബസ് സ്റ്റാൻഡിലാണ് ബസ് നിർത്തുകയും ചെയ്തത്. എന്തായാലും ഇതിൽ ഇപ്പോൾ നിലവിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കുട്ടിക്ക് തലയിടിച്ചാണ് വീണത്. അതിന്റേതായ ഗുരുതരമായ പരിക്കുകളുണ്ട്. ആദ്യഘട്ടത്തിൽ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ന്യൂറോ സർജന്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഈ വീണ സമയത്ത് തന്നെ കുട്ടിയുടെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെടുകയും കുട്ടി സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആരോഗ്യാവസ്ഥയിൽ ന്യൂറോ സർജന്റെ ചികിത്സയിൽ പുരോഗതി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നിലവിലുള്ളത്. ഈ ബസ് ജീവനക്കാർക്കെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുമുണ്ട്. അശ്വിൻ, ഈ ആലപ്പുഴയിൽ സർവീസ് നടന്ന ഈ അല്ലമീൻ ബസ്സുകാരാണല്ലോ ഈ ജീവനക്കാരുടെ ഈ ഇത്തരം ക്രൂരമായ പെരുമാറ്റം ഉണ്ടായത്. അപ്പോൾ ഈ ശരിക്കും ഈ കുട്ടി വീണതിന് ശേഷം ഈ വണ്ടി നിർത്താതെ ഈ പ്രൈവറ്റ് ബസ് ഓടിച്ചു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ജനങ്ങൾ പ്രതികരിച്ചില്ലേ അതിനോട്? തീർച്ചയായും വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഓടിക്കൂടി കുട്ടിയെ എടുത്ത് പിന്നാലെ വന്നൊരു കാറിലാണ് ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമ്പോൾ ഡ്രൈവർക്ക് അത് കാണാനാകും. ഈ ഡോറിൽ നിന്ന് ആരെങ്കിലും താഴേക്ക് വീണാൽ സ്വാഭാവികമായും ഡ്രൈവർക്ക് അവരുടെ മിററിലൂടെ അത് കാണാനാകും. അത് കണ്ടിട്ടും നിർത്താതെ പോയി എന്നുള്ളതാണ് ഏറ്റവും ഇതിനകത്തൊരു ഗുരുതരമായ കുറ്റകൃത്യമായി നമ്മൾ കാണേണ്ടതും. അത് എന്തുകൊണ്ടാണ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായത്, അല്ലെങ്കിൽ അതിൽ യാത്ര അറിയിച്ചിട്ടുണ്ടാകും. എന്നിട്ടും ഈ ബസ് എന്തുകൊണ്ട് നിർത്താതെ പോയി എന്നുള്ള വലിയ ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ രണ്ട് ജീവനക്കാരെയും, ബസ് ഡ്രൈവറെയും ബസ് കണ്ടക്ടറെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അവർ പോയത്, എന്തുകൊണ്ട് ഈ വാഹനം നിർത്തിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ പുറത്തു വരും. ഈ ഒരു അതായത് ഈ കുട്ടിക്ക് ഇറങ്ങേണ്ടിയിരുന്നത് ആലപ്പുഴ വലിയ ചുടുകാട് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ്. അവിടെ ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ജീവനക്കാർ അതിന് തയ്യാറായില്ല. കൺസെഷൻ കൊടുത്ത് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥിനിയാണ്. അവർ ആവശ്യപ്പെടുന്നിടത്ത് ഈ ബസ് നിർത്താനാവില്ല എന്നൊരു നിലപാട് ഈ കുട്ടിയോട് അവർ പറഞ്ഞു എന്നുള്ളതാണ് അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പിന്നീട് തൊട്ടടുത്ത സ്റ്റോപ്പിൽ നിർത്താൻ കുട്ടിയെ നിർബന്ധിതമായി ആവശ്യപ്പെട്ടു. ആ സ്റ്റോപ്പിലേക്ക് നിർത്താൻ തുടങ്ങി. അതിന് ഉള്ളിൽ തന്നെ വിദ്യാർത്ഥി ആദ്യത്തെ ഫുഡിലേക്ക് കാറെടുത്ത് വെച്ചു. അവിടെ ബസ് നിർത്തുന്നില്ല. ആ കുട്ടി ഇറങ്ങാൻ തുടങ്ങുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ബസ് അമിത വേഗതയിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെയാണ് കുട്ടി ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ട് തുറന്നു കിടന്ന ഡോറിൽ നിന്നും പുറത്തേക്ക് വീഴുന്നത്. ആ പുറത്തേക്ക് വീഴുന്ന ഭാഗം ഒരു വൈദ്യുതി പോസ്റ്റ് ഉള്ള സ്ഥലമാണ്. ആ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് ആ ദൃശ്യങ്ങളും വ്യക്തമാണ്. ആ വൈദ്യുതി പോസ്റ്റിൽ സമീപത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഒന്നാണ് ഈ പെൺകുട്ടിയെ എണീപ്പിക്കുന്നത്. ആ ബസ് അപ്പോഴും നിർത്താതെ പോകുന്നതും ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പിന്നാലെ വന്ന കാറിൽ ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് വരെയുള്ള ദൃശ്യങ്ങളാണ് CCTVയിലുള്ളത്. ഈ കുട്ടി ഒരു റിട്ടയർഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറിന്റെ ഒരു മകൾ കൂടിയാണ്. അതുകൊണ്ട് ആ ഒരു വിഷയം കൊണ്ട് മാത്രമാണ്, അങ്ങനെ ഒരു ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് ഈ വിഷയം പുറത്തേക്ക് വന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അദ്ദേഹം വിനയകുമാർ എന്നാണ് ഈ റിട്ടയർഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ പേര്. അദ്ദേഹം തന്നെയാണ് ഈ വാർത്താ മാധ്യമങ്ങളെ വിളിച്ച് അറിയിച്ചതും മറ്റ് നടപടികളിലേക്ക് കടന്നതും. എന്തായാലും ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ
നിർത്താതെ പോയി എന്നുള്ള വലിയൊരു തെറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും രണ്ടുപേരെയും, ബസ് ഓടിച്ച ഡ്രൈവറെയും ബസ്സിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടറെയും നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ തുടരുകയാണ്. എസ് കെ, ഓക്കെ, താങ്ക് യു. എന്തായാലും കർക്കശമായ നടപടി പോലീസ് എടുക്കണം ഈ കാര്യത്തിൽ. കാരണം ഈ കുറച്ച് പ്രൈവറ്റ് ബസ് ജീവനക്കാർ നടത്തുന്ന ചെയ്തികൾ കൊണ്ട് നല്ല ജീവനക്കാർ കൂടി നാണക്കേട് ഉണ്ടാവുകയാണ്. കാരണം ഇത്രയും ധാർഷ്ട്യം കലർന്ന പെരുമാറ്റം, അതായത് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും വണ്ടി ഞാൻ മുന്നോട്ടെടുക്കുമെന്ന് തീരുമാനിക്കുന്ന ആ ഡ്രൈവർക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. അത് ആളുകൾ കേൾക്കുന്നില്ലെങ്കിൽ കയറില്ല എന്ന് തീരുമാനിക്കാൻ കഴിയും. ചില ആൾക്കാർ പറയുന്നു ഇയാളുടെ കൈയും കാലും തല്ലി പിടിക്കണം എന്നൊക്കെ പറയും. നമുക്കങ്ങനെ നിയമമൊന്നും കയ്യിലെടുക്കാൻ കഴിയില്ല. നമുക്ക് വളരെ ഗാന്ധിയൻ മോഡൽ പ്രതിഷേധിക്കാം. ഈ ബസ്സിൽ നമ്മൾ കയറില്ല. ഇയാൾക്കെതിരെ